ചിറകിൽ വെൺചിറകിൽ പറക്കാനൊരു മോഹം, നിന്റെ വികൃതിയിൽ മുഴുകുമ്പോൾ അതിമധുരം. ചെല്ലക്കാറ്റെ ചൊല്ല് ചൊല്ല് ചക്കരവാക്കിലെന്തും. ചിറകിൽ വെൺചിറകിൽ പറക്കാനൊരു മോഹം, നിന്റെ വികൃതിയിൽ മുഴുകുമ്പോൾ അതിമധുരം. ചെല്ലക്കാറ്റെ ചൊല്ല് ചൊല്ല് ചക്കരവാക്കിലെന്തുണ്ട്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോ നമ്മള് തന്നെ നോക്കി സംസാരിക്കുന്നല്ലോ എന്നിട്ട്. അപ്പൊ നമ്മള് രാവിലെ അമ്പലത്തിലേക്ക് ഒന്ന് പോയിട്ട് വന്നാണ്. കുറിച്ച് ഞാൻ ഈയിടെയൊക്കെ അമ്പലത്തിൽ അവിടെ പനച്ചിക്ക അമ്പലത്തിൽ വൈകിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ സാധാരണ അമ്പലത്തിൽ പോക്ക് അങ്ങനെ കുറവായിരുന്നു. ഇപ്പൊ അമ്പലത്തിൽ പോക്കൊക്കെ അങ്ങ് കൂടി വരുന്നുണ്ട്. അപ്പം നമ്മള് വീട് മാറി. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ പുതിയ വീട്ടില് റെന്റൽ ഹോമാണ് എങ്കിലും നമ്മുടെ പുതിയ സ്വർഗത്തിലോട്ട് നമ്മൾ ചേക്കേറിയിരിക്കുകയാണ്. ഈ സുദിനത്തിൽ നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. അപ്പൊ രാവിലെ ഞങ്ങൾ വെളുപ്പിന് എണീറ്റ് ഒന്ന് അമ്പലത്തിലൊക്കെ പോയി. രാവിലെ രാത്രിയിലൊക്കെ നല്ല മഴയും കൂളും ഒക്കെ ഉള്ളതുകൊണ്ട് 2 കുട്ടിമണികളെ രാവിലെ എണീപ്പിച്ചുകൊണ്ട് കൊണ്ടുപോയില്ല. കാരണം മഴയുണ്ടെങ്കിൽ നനയുമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പൊ നമ്മൾ പോയിട്ട് നല്ല പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ കിടന്നപ്പോ നല്ല നൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളും രണ്ടുപേരും മുഖത്തുണ്ട്, ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ വീട്ടിലോട്ട് കയറിയിട്ടുള്ള നമ്മൾ ഇന്നലെ ഇവിടെയാണ് കിടന്നത്. പക്ഷെ ഫുഡ് കാര്യങ്ങളെല്ലാം പുറത്തുനിന്നായിരുന്നു. അപ്പം ഇന്നാണ് നമ്മൾ പാല് കാച്ചി നമ്മൾ ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ ഇനി ഫുഡ് പ്രിപ്പറേഷനിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നേ. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ ദിവസത്തിലോട്ട് പോകാം, പാല് കാച്ചിലോട്ട് പോകാം അല്ലേ? യെസ്. അപ്പൊ നേരെ വീഡിയോ കേട്ടോ. അപ്പൊ വീഡിയോട്ട് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് മെയിൻ ആയിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ അത് പറയാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒന്ന് പുറത്തോട്ട് പോകണമെങ്കിൽ പെട്ടെന്നൊരു നല്ല ഭംഗി നല്ലതായിട്ട് ഒഴുകണമെങ്കിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡക്റ്റിന്റെ ആവശ്യം വരുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടാണെങ്കിലും ഞാൻ ഇതുപോലെ ഫൗണ്ടേഷൻസ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട ഫൗണ്ടേഷൻസ് ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് ഡ്രൈനെസ് ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ പച്ചി വീഴുന്ന ഫൗണ്ടേഷൻസ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനെല്ലാം കൂടി ഒരു സൊല്യൂഷൻ ആയിട്ട് നമ്മുടെ മാമാർത്തിന്റെ പുതിയ ഹൈഡ്രാ ഗ്ലോ ഫുൾ കവറേജ് ഫൗണ്ടേഷൻ വന്നിരിക്കുന്നത്. പിന്നെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സ്കിന്നിനെ കൂടുതൽ ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ് കൂടാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ഇത് 3 ഇരട്ടി ഇൻസ്റ്റന്റ് ഗ്ലോ ആക്കി തരുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്നത് വിറ്റമിൻ സിയും ടെർമറിക്കും ആണ്. ഇതിലടങ്ങിയിരിക്കുന്ന ടെർമറിക്ക് സ്കിന്നിനെ കൂടുതൽ ബ്രൈറ്റ് ആക്കാനും വൈറ്റമിൻ സി സ്കിന്നിന് നാച്ചുറൽ ഗ്ലോ നൽകുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ഹൈലറോണിക് ആസിഡ് സ്കിന്നിനെ 12 ഹവേഴ്സ് ഹൈഡ്രേറ്റിംഗ് ആക്കാൻ വേണ്ടി സഹായിക്കും. മെയ്ഡ് സേഫ് ആണ്. അതുപോലെ തന്നെ ടോക്സിൻ ഫ്രീ ആണ്. ഇതിലടങ്ങിയിരിക്കുന്ന SPF 35 സണ്ണിൽ നിന്ന് സ്കിന്നിനെ സംരക്ഷിക്കുന്നു. ഇത് സ്വെറ്റ് റെസിസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റന്റും ആണ്. ഇത് ലൈറ്റ് വെയിറ്റും ആണ്. അതുപോലെ തന്നെ നോൺ ഗ്രീസിയും ആണ്. ഇത് നമ്മുടെ സ്കിന്നിലുള്ള പോസിനെ ബ്ലർ ചെയ്യും. അതുപോലെ തന്നെ ഇൻപെർഫെക്ഷൻസിനെ ഹൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ആ മാജിക് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് മാമാർത്തിന്റെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഗ്ലോ പവർ ബ്ലറിംഗ് പ്രൈമർ നമുക്ക് ആദ്യം തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മാമാർത്തിൻ്റെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുറച്ച് എമൗണ്ട് എടുത്തിട്ട് എൻ്റെ ഫിംഗർ ടിപ്സ് കൊണ്ട് തന്നെ മുഖത്ത് നല്ലോണം അപ്ലൈ ചെയ്തു. അതിന് ശേഷമാണ് മാമാർത്തിൻ്റെ തന്നെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്പഞ്ച് വെച്ചിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. നല്ല വിടുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫുൾ കവറേജും ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഒരു സൈഡും ഇപ്പോഴത്തെ സൈഡും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നല്ല ഡിഫറൻസ് ഉണ്ട് രണ്ട് സൈഡും തമ്മിൽ. അപ്പോൾ മാമാർത്തിന്റെ ഫൗണ്ടേഷൻ ഞാൻ ഇപ്പം മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും നല്ലൊരു ഇൻസ്റ്റന്റ് ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നുണ്ട്. ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ, അതുപോലെ തന്നെ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ പ്രത്യേകത മെയിൻ ആയിട്ട്.
മാമാഅർത്തിന്റെ എല്ലാ പ്രൊഡക്ട്സുകളും ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് എന്നിവയിൽ അവൈലബിൾ ആണ്. നമ്മുടെ കോഡായ WIL2024 എന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭിക്കും. മാമാഅർത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഓഫ്ലൈൻ പ്രസൻസ്. മാമാഅർത്തിന്റെ പ്രൊഡക്റ്റുകൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്കയിൽ അവൈലബിൾ ആയതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. അപ്പൊ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിൽ മാമാഅർത്തിന്റെ പ്രൊഡക്റ്റുകൾ കാണുമ്പോൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. മാമാഅർത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. നമ്മുടെ റിവ്യൂസിന് അല്ലെങ്കിൽ നമ്മുടെ ഫീഡ്ബാക്കിന് അവർ അത്രയും വാല്യൂ കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ മാമാഅർത്തിന് തന്നെ ഒന്നിയൻ ഷാമ്പുവിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒന്നിയൻ ഷാമ്പു നമ്മുടെ റിവ്യൂസിനനുസരിച്ച് നമ്മുടെ ഫീഡ്ബാക്കിനനുസരിച്ച് അവർ കൂടുതൽ ഇമ്പ്രൂവ് ആക്കി വീണ്ടും അവർ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്ട്സ് വാങ്ങിക്കാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഇട്ട ഡ്രസ് മാറി കേട്ടോ ഒരാള്, അതൊക്കെ ബുദ്ധിമുട്ടാണ്, ചൊറിയുവാണ്. പക്ഷെ ഇവിടെ പെണ്ണ് നല്ല ഉറക്കം കേട്ടോ, ഉറക്കം നോക്കി. അല്ല അവിടെ ഇരുന്നോ. നീ രാഹുൽ മാമച്ചിയുടെ ദേഹത്ത് കയറിക്കോ. പരിപാടി കഴിഞ്ഞാൽ തുടങ്ങിയാൽ മതി കേട്ടോ. അവള് കൊണ്ടിരിച്ചിട്ട് പോയാ അപ്പൊ നമ്മളെ ചന്ദ്രലേഖ നടന്നു തുടങ്ങിയിട്ടുണ്ട് ചെറുത്. അപ്പൊ നമ്മുടെ ബാലികാശലിന് ചന്ദ്രലേഖ നടന്നു വരുന്നുണ്ട് കേട്ടോ. വലിയ വില കൊടുക്കാൻ പറ്റുകയല്ല, പയ്യെ കാലിന് വില വായി വരണം കേട്ടോ. പറ്റുള്ളായിരുന്നു, ഇപ്പൊ ഏകദേശം അമ്മയ്ക്ക് പനിയാണ്. അതെ അതെ. അപ്പൊ അമ്മ അടുക്കള വന്നിരിക്കട്ടെ, എന്നിട്ട് ചിറ്റമ്മ വിളക്ക് കത്തിച്ചുകൊണ്ട് വരട്ടെ കേട്ടോ. നോക്കി എത്തുമോളെ അച്ചി ഇവിടെ, അച്ഛ പോരത്തേ ഇവിടെ ഇവിടെ ഇവിടെ. അപ്പൊ കുഞ്ചൂസാണ് അടുപ്പ് കത്തിക്കണ്ടേ കേട്ടോ. അടുപ്പ് കത്തിച്ചോളൂ. അപ്പൊ നമ്മുടെ പാലുകാച്ചൽ ചടങ്ങിലോട്ട് നമ്മൾ കടക്കാൻ പോവാണ്. അപ്പൊ എല്ലാവരും അതിലോട്ട് ക്ഷണിക്കുവാണ്. അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം നമ്മുടെ ഒപ്പം വേണം. കാരണം ഒത്തിരി വീടുകൾ നമ്മളിപ്പോൾ മാറി 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 വന്നു. എല്ലാ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുന്ന് ഇറങ്ങുന്നതിന് മുന്നേ കയറുന്നതിന് മുന്നേ നമ്മൾ പറയുന്നത് പുതിയ വീട്ടിലോട്ട് നമ്മൾ സ്വന്തമായിട്ടൊരു ഭവനം നിർമ്മിച്ച് അവിടോട്ട് കയറണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പോഴും അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഇനിയെങ്കിലും ഈ വീട്ടിൽ നിന്ന് നെക്സ്റ്റ് ഇറങ്ങുമ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലോട്ടായിരിക്കട്ടെ പാല് കാച്ചി കയറുന്നതെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥന അനുഗ്രഹം വേണം. അപ്പൊ എല്ലാരോടും പറഞ്ഞിട്ട് കത്തിക്കാൻ പോകണം കേട്ടോ. അടുപ്പ് കൊളുത്താൻ പോകുന്നു, വീട് എത്തിക്കുന്നുണ്ട്, കത്തിക്കാൻ പോകണം. എത്തുമീ ആമി ചേച്ചി ഭയങ്കര രീതിയാണ്. പക്ഷെ എത്തുമീ ചിരിക്കുവാണോ അടി? കാണാൻ പറ്റും പിന്നെ. അയ്യോ അയ്യോ കൈകൊട്ടല്ല വാർത്തിക്ക് തോന്നുന്നു. വിളക്ക് കണ്ടിട്ടേ ഓ ആർത്തിക്ക് വേണ്ടോ
ആമി ചേച്ചി മാത്രം പ്രാർത്ഥിക്കുന്നൊന്നുമില്ലേ? ആമി ചേച്ചി നമുക്ക് ഇനി പുതിയ വീട് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. മോന്റെ പുതിയ വീട് വെക്കണേ. ഇപ്പൊ ലച്ചൂട്ടി പറയുവേ, ലച്ചൂട്ടി ഇപ്പൊ പറയും. അതിനിപ്പുറം പറഞ്ഞു പുതിയ വീട് പാർക്ക് വെക്കാൻ പറ്റണേ, വീട് വെക്കാൻ പറ്റണേ. പാർക്ക് വെക്കാൻ അയ്യോ 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 വീട് വെക്കാൻ പറ്റണേ. ഇന്ന് നമ്മള് വിട്ടിട്ടില്ല ആമിച്ചനെ. ഇന്ന് ഇപ്പം ഇനിയിപ്പോ കുറെ ദിവസം ആമിച്ചനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് വിടാഞ്ഞത്. പിന്നെ നമ്മുടെ പാലുകാച്ചിൽ കൂടി ആയതുകൊണ്ട് അപ്പം ഒരു വാടക വീട്ടിലോട്ടാണ് മാറുന്നത്. എങ്കിൽ പോലും ആ ഒരു ചടങ്ങിന് വലിയ വാല്യൂ ഉണ്ട്. കാരണം ഒരുപാട് സ്വപ്നങ്ങൾ കരുതിക്കൊണ്ടാണ് ഒരു വീട്ടിലോട്ട് കയറുന്നത്. അപ്പം അല്ലേ, അപ്പം അതെ, അതുകൊണ്ട് ഇന്ന് വിട്ടില്ല. കഴിഞ്ഞ ദിവസം രാവിലെ എണീറ്റപ്പോഴത്തേക്ക് ഒരാൾക്ക് പനിയൊന്നും ഇല്ല കേട്ടോ. അപ്പം ഒരു ദിവസം ഒരു അടവ് എടുത്ത് ഒരു ദിവസം ഒരു പനിയാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം വിട്ടില്ല. അപ്പൊ പിറ്റേ ദിവസം രാവിലെ പനിയൊന്നും ഇല്ല. അപ്പം രാവിലെ ഇച്ചിരി പനി ഉണ്ടായിരുന്നു അമ്മ പറഞ്ഞു. ഞാൻ വന്ന് തെർമോമീറ്റർ നോക്കിയിട്ടൊന്നും 97 ഉള്ളു, പനിയില്ല. എന്നിട്ട് ഞാൻ ചെറിയ തൊണ്ടയൊക്കെ അടപ്പ്, പക്ഷെ ഇത് അവിടെ അടവായിരുന്നു, തൊണ്ട അടപ്പ്. അങ്ങനെ സൗണ്ട് നമ്മൾ ഇടത്തില്ല തൊണ്ട. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്നൊന്നും പറയാം അമ്മ, മോന് പനിയൊന്നും പോകണ്ട, പനിയൊന്നും ഇല്ല, പനിയില്ല. കാരണം പനിയായിട്ട് വിടത്തില്ലെന്ന് മനസ്സിലായില്ലേ? പിന്നെ പിന്നെ പറയാൻ തുടങ്ങി ക്ലാസ്സില്ല. കണ്ട കണ്ട വെളച്ചിൽ കണ്ട. അതേണ്ട മിക്കി എന്തിയാ മോനെ? മിക്കി പുറകിലോട്ട് നോക്കിയേ, പുറകിൽ ഫോട്ടോയെ നോക്കിയേ, ഫിറ്റിയെ നോക്കിയേ. ബാബു 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 നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ. ലക്ഷ്മി എന്ന് പറയുമ്പോഴത്തേക്ക് ആമി ഇവിടെ ഉണ്ടെങ്കിൽ അപ്പൂച്ച നാരായണ ഇല്ലാത്ത അത് ഞാൻ കേൾക്കുന്നുണ്ട്. അമ്മോട് പറയുന്ന ആമി നാരായണ അവിടെ വീടുകൾ അങ്ങനെയാണ്. എന്നാ നോക്കുന്നേ പകുതി ഇങ്ങനെ എത്തുമോ അല്ല എത്തുമോ ഏടി എത്തുമോ? ഇപ്പൊ പപ്പാന്നാ വിളിച്ചോണ്ട് നടക്കുക. പപ്പ പപ്പ കഴിച്ചോണ്ടിരിക്കുമ്പോഴാ അവളുടെ പപ്പന്റെ വിളിയുന്നു. അപ്പൊ മോൻ എന്തിയെ? അപ്പൊ രാഹുൽ മാമച്ചി എന്തിയെ? പുരാരി എന്തിയെ? പുരാരിയമ്മ എന്തിയെ? കുമാരിയമ്മ എന്തി? കുമാരിയമ്മ. ചിറ്റാമ്മ എന്തി? ചിറ്റാമ്മ. കുഞ്ചുമ്മ എന്തിയെ? കുഞ്ചുമ്മ. നമ്മുടെ ഫോട്ടോയിലും കിട്ടണം. മോനെ ഫാൻ വേണോ? അവക്ക് അവിടുത്തെ ഇവിടുത്തെ ആമി ചേച്ചി അവിടെ നിൽക്കാം. ആമി ചേച്ചി ഇല്ല. അവർക്ക് ആവി എടുത്തതേ തലയും പെടലും കാറ്റ് കൊള്ളാൻ പോകാൻ വെച്ചേക്കുന്നുണ്ട്.
ചീച്ച കാണിച്ച അങ്ങനെ തല നല്ല ഇടിപ്പിക്കും. ഓ ഞങ്ങൾക്ക് ഇടയ്ക്ക് ഈഗോ ഒന്നും അടിക്കുവേ, അല്ലാതൊന്നും വരത്തൊന്നുമില്ലേ. അല്ലെങ്കിൽ ചുരയുടെ അടുത്ത് കൂടി അടിയത്തിരിക്കുന്നല്ലേ, ഇടയ്ക്ക് അങ്ങോട്ട് ഈഗോ അടിക്കും. ഹായ് എല്ലാരും ചേച്ചിമോനൊരു മോള്, ചേച്ചിമ്മയ്ക്ക് ഒരു മോള്, തുണി കൊറേ കൊണ്ട കൂട്ടി ഇടിക്കണ്ട, ഇങ്ങനെ ഇടിക്ക് കൂട്ടുണ്ടോ ചേട്ടാ കൂട്ടുണ്ടോ? അത് പുറകോട്ടാ കൈ പോകുന്നത്. കറക്റ്റ് കൈ വെച്ച് അങ്ങനെ പാല് കറച്ചു ആമിയുടെ കൂട്ടുണ്ടോ? കോരി കുടിക്കാൻ സ്പൂണൊക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ അവിടെ. പാല് കുടിക്കത്തേ ഇല്ല ഈ പെണ്ണ് കേട്ടോ. മുലപ്പാല് കൂടി നിർത്തി അന്ന് നിർത്തിയതാണ് പാലിന്റെ പരിപാടി. ആമിയുടെ രണ്ട് മൂന്ന് കുട്ടിയല്ലേ പാല് ചോറൊക്കെ ഞങ്ങക്ക് വലിയ പാടാ. മോനെ ഇനി പാല് കുടിച്ചോളൂ, സ്കൂളിൽ പോകുമ്പോ ചോറ് കഴിച്ചോളൂ. നേരത്തെ ചോറ് കഴിക്കുന്നതിന് പറഞ്ഞത് നേഴ്സറി പോകുമ്പോ കഴിക്കും, അംഗൻവാടി പോകുമ്പോ ഇപ്പൊ പറയുന്നത് വലുതാകുമ്പോ സ്കൂളിൽ പോകുമ്പോ വലുതാകുമ്പോ ചോദിക്കട്ടെ. അപ്പൊ നമ്മള് പാലുകാച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഇതിലേക്ക് ചന്ദ്രലേക്ക് പറയൂടെ മോണിപ്പോക്കിലാണ്. പാലെല്ലാരും കുടിച്ചു കേട്ടോ. നമ്മുടെ പാൽ അങ്ങോട്ട് തോന്നുന്നില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അതിന്റെ ഐതിഹ്യം ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണം. പാല് ഏകദേശം കുറെ ഒരു അരമണിക്കൂറോളം പാല് മേളിൽ ഇങ്ങനെ വന്ന് നിൽക്കും. സാധാരണ നമ്മൾ പാല് വെച്ച് കഴിഞ്ഞിട്ട് നമ്മള് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറുമ്പോഴത്തേക്കും ആ പാല് തിളച്ച് താഴെ ചാടും. പാല് തിളയ്ക്കുന്നില്ലായിരുന്നു, അത് തിളച്ച് ഫുള്ളായിട്ട് തോന്നുന്നില്ലായിരുന്നു. കുറേ സമയം നമ്മൾ ഒത്തിരി നേരം എടുത്ത് പിന്നെ അടുപ്പ് ഇപ്പുറത്തോട്ട് മാറ്റി വെച്ച്. അപ്പൊ അതിന് എന്തെങ്കിലും ഐതിഹ്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. അപ്പം എന്താ ഒരുപാട് സന്തോഷം. നമുക്ക് ഭയങ്കര എന്തോ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് ഇവിടെ. ഭയങ്കര പീസ്ഫുൾ. കാരണം ഞാൻ പ്രത്യേകിച്ച് ഇടുക്കിയിൽ വളർന്നതായതുകൊണ്ട് എനിക്ക് അടുത്തടുത്തുള്ള വീടുകൾ ഭയങ്കര ശ്വാസം മുട്ടല്ല. സത്യം പറഞ്ഞാല് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റൂല, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. നിങ്ങളിങ്ങനെ താമസിച്ച ഇവിടെ നമുക്ക് അവിടെ ഇടുക്കിയിലാണെങ്കിൽ ഡെൻസിറ്റി കുറവല്ലേ. ഞാനിപ്പോ താമസിച്ചിരുന്ന നമ്മുടെ എസ്റ്റേറ്റിലെ വീടാണെങ്കിലും ഒരു വീട്ടിൽ തന്നെ താമസിച്ച ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്താണ് ഒരു വീട്. അപ്പൊ അടുത്തൊന്നും ആളുകളില്ല. പക്ഷെ അടുത്തടുത്ത ആളുകളുള്ളതാണ് ഏറ്റവും നല്ലത്. അതെ, ഇവിടെ എന്തായാലും ഒരു 50 മീറ്റർ വ്യത്യാസത്തിൽ ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ നല്ലൊരു കോമ്പൗണ്ടാണ്. അതിനകത്താണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മൾ താമസിക്കുന്ന വീടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലേ. അപ്പം കുറേ ടയേർഡായിരുന്നു. അപ്പം ക്ഷീണം എല്ലാം മാറി. ഇനിയിപ്പം നമ്മൾ യാത്ര തുടങ്ങണം.
അതിനുപുറം കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയുണ്ട്. പിന്നെ നമ്മൾ ഹോം ടൂർ ചെയ്യാം, പിന്നെ അല്ലേ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ യാത്രകളൊക്കെ ആരംഭിക്കുകയാണ്. നാളത്തേക്ക് നമ്മുടെ യാത്രകൾ ആരംഭിക്കും അല്ലേ. അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടൊക്കെ പോകാം കേട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റ. ഇനിയിപ്പോൾ ഈ വീട്ടിൽ നമ്മുടെ കൂടെ നിങ്ങളും ഉണ്ട്. ഈ വീട്ടിൽ നിന്ന് മാറുന്ന അത്രയും കാലത്തോളം നമുക്ക് തുണയായിട്ടും പ്രാർത്ഥനയായിട്ടും ഒക്കെ നിങ്ങൾ ഓരോരുത്തരും ഉണ്ട് എപ്പോഴും കൂടെ. അപ്പം എല്ലാവർക്കും ടാറ്റ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ. എല്ലാവർക്കും ടാറ്റ. ലവ് യു ഓൾ.